ചേച്ചി ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. സിസ്റ്റർ ചേട്ടാ കിരീടന് സൂര്യൻ ഇപ്പൊ എവിടെയായിരിക്കും? അവരവസാനായിട്ടെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക്? നമ്മൾ മത്സരത്തിൽ വിജയിച്ചപ്പോ അവർക്ക് രണ്ടുപേർക്ക് എന്ത് സന്തോഷായിരുന്നു. 1000 കണിയില് അഭിഷേകം ചെയ്യാൻ അവസരം നേടിയതല്ലേ നമ്മള്. എന്നിട്ട് അതിന് പോലും ബാക്കി വെക്കുന്നില്ലല്ലോ നമ്മള്. ഇടക്കാലത്ത് ചിലരുടെയൊക്കെ താവളമായിരുന്നു ഈ സ്ഥലം. ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ. എങ്കി വാ, വേറെ സ്ഥലമുണ്ട്, വാ. അതെ ഭായി, നമ്മളിങ്ങനെ അന്വേഷിച്ച് ഇറക്കുമ്പോഴേക്കും ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവര് കുഞ്ഞിനെ കൊണ്ട് പകല് ട്രാവൽ ചെയ്യില്ല. രാത്രിയാണ് അതിന് സാധ്യത. പകൽ സമയത്ത് നമ്മൾ ഈ തിരക്കിയതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരുണ്ടാവും. എടാ ബാസി, പെട്ടെന്ന് പോവാം, വണ്ടി എടുക്കും. മഞ്ജു, ചോര. മഞ്ജു, തളർന്നു പോവല്ലേടി. തളർന്നു പോയാ പിന്നെ നമ്മളില്ല. ഇനി ആര് വരുമെന്ന് കരുതി കാത്തിരിക്കാനാ? എല്ലാം അവസാനിക്കാൻ പോവല്ലേ? ഇല്ല ഇല്ല, ഈ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ 1000 കണ്ണി അമ്മ സമ്മതിക്കില്ല. പുറത്താരോ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ എടുക്കണം. വാ.
ഇവിടെ ആരോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാ. ഇതിൽ തീയുണ്ട്. കുറച്ചു മുമ്പ് വരെ ഇവിടെ ആരോ ഉണ്ടായിരുന്നു. വാ നോക്കാം. വാടാ. ഏയ് മിണ്ടരുത്. ഇത് അവന്മാരാ. അപ്പൊ അവന്മാർക്ക് നമ്മളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. നമുക്ക് എങ്ങോട്ടെങ്കിലും മാറണ്ടേ? പകൽ സമയം ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇവിടെ വന്നു പോയ നിലക്ക് അവരിനി ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. വാ പോവാ. മിണ്ടരുത്. നമ്മൾ നന്ദിനിയെ ഒഴിവാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ചെയ്തു? എന്തെങ്കിലും നടന്നോ? പക്ഷേ ഇപ്പോ ആ കുഞ്ഞിനെ കാണാതായതിനു പുറകെ അവളുമാർ രണ്ടുപേരെയും കാണാതായി. എന്റെ ബലമായ സംശയം ആ കാർത്തികേയനെ തന്നെ. എന്തിരിജെ ഇവിടെ നിന്ന് തിരിച്ചുപോയ ആന്റി എന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട്. വിജയ്, വെറുതെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയല്ലേ. പോലീസ് കാടിളക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ അവർക്ക് സംശയം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്നാ ആ പ്രകാശ് വർമ്മയെ അറിയാലോ. ഒരുപാട് പിടിപാടുള്ള മനുഷ്യനാ. അല്ല, ഞാൻ എന്റെ സംശയം തന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ. ആര് ചെയ്തതായാലും ശരി, അവൾ എന്നേക്കുമായിട്ടങ്ങ് പോയാ മതിയായിരുന്നു. ഈ പോയ പോക്കിൽ അവളങ്ങ് ചത്താലേ സുമംഗലി പൂജ മുടങ്ങും. അതിൽ അവൾ അഭിഷേകം ചെയ്യുന്നതും മുടങ്ങും. കെട്ടിപ്പിടിച്ച് കൂട്ടുകാരികൾ രണ്ടും എല്ലാവരുടെ മുന്നിൽ ആളാകുന്ന കരുതിയതല്ലേ. 2 ദിവസം കഴിഞ്ഞാ എവിടെയെങ്കിലും കെട്ടിപ്പിടിച്ച് തന്നെ ചത്തു കിടക്കും. രണ്ടാളും കൂടി നന്ദിനിയുടെ എന്റെ ചേച്ചിയുടെയും ചരമക്കോളം എഴുതാണോ? അല്ല മഹിമേ, ഞങ്ങളവരെ കാണാത്ത ടെൻഷനില് പലത് സംസാരിച്ച കൂട്ടത്തില് നാണോ